അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ അടുത്ത പരീക്ഷ കിതാബുൽ അഖീദയാണ്. കിതാബുൽ അഖീദയിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിച്ചിരിക്കേണ്ട പാഠഭാഗങ്ങൾ ആദ്യത്തെ 4 പാഠങ്ങളാണ്. ഈമാൻ കാര്യങ്ങൾ, മലക്കുകൾ, കിതാബുകൾ, അൽ ഫുർഖാനുൽ അലീം എന്നീ 4 പാഠങ്ങളാണ് വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഈ 4 പാഠങ്ങളുടെയും ഒരു ഫുൾ റിവിഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ആദ്യം മുതൽ അവസാനം വരെ നിർബന്ധമായും കാണുകയും ഓരോ പാഠങ്ങളും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. നിർബന്ധമായും വിദ്യാർത്ഥികൾ എല്ലാ പാഠങ്ങളും ആദ്യം മുതൽ അവസാനം വരെ ആവർത്തിച്ച് വായിക്കുകയും എഴുതി പരിശീലിക്കാനുള്ളത് എഴുതി പരിശീലിക്കുകയും ചെയ്യണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമത്തെ പാഠം ഈമാൻ കാര്യങ്ങൾ. ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായും പഠിക്കാനുള്ളത് ഈമാൻ കാര്യങ്ങൾ 6 എണ്ണം വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. അതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം നമുക്ക് ഒന്ന് പാഠം വായിക്കാം. വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. ഈ ഒരു നിർവചനം വിദ്യാർത്ഥികൾ നിർബന്ധമായും അടിവരയിട്ട് പഠിച്ചിരിക്കണം. എന്താണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ? വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. എത്രയാണ് ഈമാൻ കാര്യങ്ങൾ? അവ 6 ആകുന്നു. ഒരു പദ്യത്തിലൂടെ നമുക്കത് പഠിക്കാം. എന്താണ് പദ്യം? ഈമാനുനാ ബില്ലാഹി വൽ മലായിക വൽ കുതുബി വർ റുസുലി വയൗമിത് തഹ്ലുക വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനൽ ഇലാഹി റബ്ബിൽ ആലമീന ബിലാ സലൽ. ഇത് മനോഹരമായി കേൾക്കാൻ ഇവിടെ QR കോഡ് തന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അത് സ്കാൻ ചെയ്ത് കേൾക്കാവുന്നതാണ്. ഈ പാട്ടിൽ ഈമാൻ കാര്യങ്ങൾ 6 എണ്ണം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈമാനുന ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക. വൽ മലായികതി, മലക്കുകളിൽ വിശ്വസിക്കുക. വൽ കുതുബി, കിതാബുകളിൽ വിശ്വസിക്കുക, അള്ളാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കുക. വർ റുസുലി, മുർസലീങ്ങളിൽ വിശ്വസിക്കുക. വയൗമിത് തഹ്ലുക, അന്ത്യനാളിൽ വിശ്വസിക്കുക. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനൽ ഇലാഹി റബ്ബിൽ ആലമീന ബിലാ സലൽ. എല്ലാ നന്മയും തിന്മയുമായ കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുക. ഖദർ ഖളായിൽ വിശ്വസിക്കുക. ഇതാണ് 6 ഈമാൻ കാര്യങ്ങൾ. ഈ 6 എണ്ണം നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. ഏതൊക്കെയാണ്? ഒന്നാമത്തത് അള്ളാഹുവിൽ വിശ്വസിക്കുക, മലക്കുകളിൽ വിശ്വസിക്കുക, കിതാബുകളിൽ വിശ്വസിക്കുക, മുർസലീങ്ങളിൽ വിശ്വസിക്കുക, അന്ത്യദിനത്തിൽ വിശ്വസിക്കുക, നന്മയും തിന്മയുമായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. ഇതാണ് ഈമാൻ കാര്യങ്ങൾ 6 എണ്ണം. ഇത് നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. ഇനി അതിൽ ഒന്നാമത്തേതായ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളത് വിശദീകരിക്കുകയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചില വിശേഷണങ്ങൾ ഇവിടെ പറയുകയാണ്. നാം കാണുന്നതും കാണാത്തതുമായ മുഴുവൻ ലോകങ്ങളും പടച്ചതും അവയെ പരിപാലിക്കുന്നതും അള്ളാഹുവാകുന്നു. അവൻ ഒരുവനാണ്, അവന് ഒരു കൂട്ടുകാരുമില്ല. അവൻ ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ്. അവൻ ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്. അവൻ എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനുമാണ്. ഇതെല്ലാം അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്. ഇതിൽ നിന്ന് 3-4 വിശേഷണങ്ങൾ നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. അള്ളാഹു ഒരുവനാണ്. 2 അള്ളണ്ടോ? ഇല്ല, ഒരുവനാണ് അള്ളാഹു താല. അവന് ഒരു കൂട്ടുകാരുമില്ല. അവൻ ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ്. എന്നെന്നും ഉള്ളവനാണ് അള്ളാഹു താല. അവൻ ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്. ഒരു കാര്യത്തിനും മറ്റൊരാളുടെ സഹായം ആവശ്യമില്ലാത്തവനാണ് അള്ളാഹു താല. അവൻ എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അവന്റെ അറിവിനും കാഴ്ചക്കും കേൾവിക്കും പരിമിതിയുമില്ല. നമുക്ക് അതിനെല്ലാം പരിധിയുണ്ട്. നമ്മളും കേൾക്കുന്നുണ്ട്, നമുക്കും ചിലത് അറിവുണ്ട്, നമ്മളും ചിലത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ അറിവിനും നമ്മുടെ കാഴ്ചക്കും നമ്മുടെ കേൾവിക്കുമൊക്കെ പരിമിതികളുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ കാഴ്ചക്കും കേൾവിക്കൊന്നും യാതൊരു പരിമിതിയുമില്ല. അവനെ മാത്രമേ നാം ആരാധിക്കാവൂ. ആരാധനക്കർഹൻ സർവലോക രക്ഷിതാവായ അള്ളാഹു മാത്രമാകുന്നു. ഈ അവസാനത്തെ ഈ ബോക്സിലുള്ളത് വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഒരു പക്ഷേ ഇത് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ആരാധനക്ക് ഡാഷ്, സർവലോക രക്ഷിതാവായ ഡാഷ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു പക്ഷേ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ പഠിക്കുക. അത്തദ്രീബാത്ത്,
ഉത്തരം എഴുതുക. അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ നിന്ന് 3 എഴുതുക. നമ്മളിവിടെ കുറേ വിശേഷണങ്ങൾ പറഞ്ഞില്ലേ, ഏതെങ്കിലും 3 എഴുതുക. അവൻ ഒരുവനാണ്, അവന് ഒരു കൂട്ടുകാരുമില്ല, അവൻ ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ്, അവൻ ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്, അവൻ എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അങ്ങനെ ധാരാളം വിശേഷണങ്ങളുണ്ട്. ഏതെങ്കിലും 3 എഴുതിയാൽ മതി. രണ്ടാമത്തത് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. ഏതിന്? തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. മൂന്നാമത്തത് നമുക്ക് പരിധിയുണ്ട്. എന്തിനെല്ലാം? നമ്മുടെ അറിവിനിക്കും നമ്മുടെ കാഴ്ചക്കും നമ്മുടെ കേൾവിക്കും ഒക്കെ പരിധിയുണ്ട്, പരിമിതികളുണ്ട്. ഇനി പൂരിപ്പിക്കാം. ഈമാനുന ഡാഷ് വൽ കുതുബി ഡാഷ് അത്തഹ്ലുക. അവിടെ നമ്മൾ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ആ ബൈത്താണത്. ഈമാനുന ബില്ലാഹി വൽ മലായിക വൽ കുതുബി വർ റുസുലി വയൗമിത് തഹ്ലുക. അത് മുഴുവനായും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം, ഏതു ഭാഗവും വരാം. ഇനി അടുത്തത് ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട രണ്ടാമത്തേത് മലക്കുകളിലുള്ള വിശ്വാസം. ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് മലക്കുകളിൽ വിശ്വസിക്കലാണ്. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് അവർ. മലക്കുകളുടെ പ്രത്യേകത എന്താണ്? അവരെ പ്രകാശം കൊണ്ടാണ് അള്ളാഹു താല സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യരായ നമ്മെയോ മണ്ണുകൊണ്ടാണ് അള്ളാഹു താല സൃഷ്ടിച്ചത്. എന്നാൽ മലക്കുകളെ അള്ളാഹു താല സൃഷ്ടിച്ചത് പ്രകാശം കൊണ്ടാണ്. അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല. അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല. ക്ഷീണമോ മടിയോ അവർക്കില്ല. തീർത്തും മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരാണ് അവർ, അല്ലെ? അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. മനുഷ്യന്മാരൊന്നെങ്കിൽ പുരുഷന്മാരായിരിക്കും, അല്ലെങ്കിൽ സ്ത്രീകളായിരിക്കും. അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല. മനുഷ്യനിക്ക് ഉറക്കം ആവശ്യമാണ്, മനുഷ്യന്മാർ മറന്നു പോകാറുണ്ട്. അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല. മനുഷ്യന്മാർക്കോ നമുക്ക് ഭക്ഷണം വേണം, വെള്ളം വേണം, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? ഇല്ല. ക്ഷീണമോ മടിയോ മലക്കുകൾക്കില്ല. എന്നാൽ മനുഷ്യന്മാർക്ക് ക്ഷീണം വരാറുണ്ട്, മടി വരാറുണ്ട്. അപ്പൊ തീർത്തും മനുഷ്യരിൽ നിന്ന് എതിരായ ഒരു പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. മലക്കുകളുടെ ഈ പ്രത്യേകതകൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. അള്ളാഹു കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുന്നവരാണ് മലക്കുകൾ. നിമിഷ നേരം കൊണ്ട് അവർ ഉദ്ദേശിച്ച സ്ഥലത്തെത്താൻ അവർക്ക് കഴിയും. അവരുടെ എണ്ണം അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല. എത്ര മലക്കുകളുണ്ട് എന്ന് ആർക്കെങ്കിലും അറിയോ? ഇല്ല, അള്ളാഹുവിന് മാത്രമേ അവരുടെ എണ്ണം അറിയുകയുള്ളൂ. പ്രധാനികളായ 10 മലക്കുകളുടെ പേരും അവരുടെ ചുമതലയും നാം അറിയേണ്ടതുണ്ട്. താഴെ പറയാൻ പോകുന്ന ഈ പ്രധാനികളായ 10 മലക്കുകളുടെ പേരുകളും അവരുടെ ഡ്യൂട്ടികളും നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. ഏതൊക്കെയാണ് 10 മലക്കുകൾ? ഒന്നാമത്തത് ജിബ്രീൽ അലൈഹിസലാം. ഈ ജിബ്രീൽ അലൈഹിസലാം ആണ് മലക്കുകളുടെ നേതാവ്. എന്താണ് ജിബ്രീൽ അലൈഹിസലാമിന്റെ ഡ്യൂട്ടി? അംബിയ മുർസലുകൾക്ക് വഹയ്യ് എത്തിച്ചു കൊടുക്കൽ. വഹയ്യ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം, അത് നബിമാരിലേക്ക് എത്തിച്ചു കൊടുക്കലാണ് ജിബ്രീൽ അലൈഹിസലാമിന്റെ ഡ്യൂട്ടി. രണ്ടാമത്തത് മീകായിൽ അലൈഹിസലാം. എന്താണ് ഡ്യൂട്ടി? ഇടി, മിന്ന്, മഴ, കാറ്റ്, റിസ്ക് മുതലായവ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് മീകായിൽ അലൈഹിസലാം. മൂന്നാമത്തത് ഇസ്രാഫീൽ അലൈഹിസലാം. സൂർ എന്ന കാഹളത്തിൽ ഓതുന്നവരാണ്. ആ സൂർ എന്ന കാഹളത്തിൽ ഓതുമ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത്. നാലാമത്തത് അസ്റായീൽ അലൈഹിസലാം. റൂഹുകളെ പിടിക്കൽ. മനുഷ്യന്മാർ മരിക്കാറില്ലേ? എങ്ങനെയാണ് മരിക്കുന്നത്? നമ്മുടെ ശരീരത്തിലുള്ള ആത്മാവ് നമ്മിൽ നിന്ന് പോകുമ്പോഴാണ് മനുഷ്യൻ മയ്യത്താവുന്നത്, മരിക്കുന്നത്. മനുഷ്യന്മാരുടെ റൂഹിനെ പിടിക്കുന്ന മലക്കാണ് അസ്റായീൽ അലൈഹിസലാം. ഇനി 5ാമത്തതും 6ാമത്തതുമായ മലക്കുകൾ ആരൊക്കെയാണ്? മുൻകർ അലൈഹിസലാം, നക്കീർ അലൈഹിസലാം. എന്താണ് അവരുടെ ഡ്യൂട്ടി? ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യലാണ്. ഒരാൾ മരിച്ചാൽ അയാളെ കൊണ്ടുപോയി ഖബറടക്കും. അങ്ങനെ ഖബറടക്കം ചെയ്താൽ ആ ഖബറിലേക്ക് 2 മലക്കുകൾ വരും. എന്നിട്ട് ആ ഖബറാളിയോട് ചോദ്യങ്ങൾ ചോദിക്കും. ആ ഖബറിലേക്ക് വരുന്ന മലക്കുകളുടെ പേരാണ് മുൻകർ അലൈഹിസലാം, നക്കീർ അലൈഹിസലാം. ഇനി അടുത്തത് 7ാമത്തതും 8ാമത്തതുമായ മലക്കുകൾ റഖീബ് അലൈഹിസലാം, അതീദ് അലൈഹിസലാം. എന്താണ് ഇവർ രണ്ടുപേരുടെയും ഡ്യൂട്ടി? നന്മ തിന്മ എഴുതലാണ്. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം റഖീബ് അലൈഹിസലാം എഴുതി വെക്കുന്നുണ്ട്. നമ്മൾ തിന്മയായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം അതീദ് അലൈഹിസലാം രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ നന്മ തിന്മകൾ എഴുതി വെക്കലാണ് റഖീബ്, അതീദ് അലൈഹിമസ്സലാമിന്റെ ഡ്യൂട്ടി. ഇനി 9ാമത്തെ മലക്ക് മാലിക് അലൈഹിസലാം. നരകം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്, നരകം കാക്കുന്ന മലക്കാണ് മാലിക് അലൈഹിസലാം. 10ാമത്തത് റിദ്വാൻ അലൈഹിസലാം. സ്വർഗം കാക്കുന്ന മലക്കാണ്.
ഇങ്ങനെ 10 മലക്കുകളുടെ പേരുകളും അവരുടെ ഡ്യൂട്ടികളും നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. അത്തദ്രീബാത്ത്, മലക്കുകൾ ആരാകുന്നു? നമ്മളിവിടെ തുടക്കത്തിൽ പറഞ്ഞു, പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് അവർ. അത് വിദ്യാർത്ഥികൾ ഇവിടെ എഴുതുകയാണ് വേണ്ടത്. രണ്ടാമത്തത്, മലക്കുകളുടെ വിശേഷണങ്ങളിൽ നിന്ന് 3 എണ്ണം എഴുതുക. മലക്കുകൾ എന്തുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്? പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല. അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല. ക്ഷീണമോ മടിയോ ഇല്ല. അള്ളാഹു കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുന്നവരാണവർ. നിമിഷ നേരം കൊണ്ട് അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ അവർക്ക് കഴിയും. അവരുടെ എണ്ണം അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല. ഇതൊക്കെ മലക്കുകളുടെ വിശേഷണങ്ങളാണ്. ഏതെങ്കിലും 3 എണ്ണം എഴുതിയാൽ മതി. മാലിക് അലൈഹിസ്സലാമിന്റെ ചുമതല എന്താണ്? നരകം കാക്കലാണ്. ഇനി നമുക്ക് പാട്ട് ആസ്വദിക്കാം. ഇവിടെ താഴെ 2 വരി പാട്ട് തരുന്നുണ്ട്. ആ പാട്ടിൽ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ 10 പ്രധാനപ്പെട്ട മലക്കുകളുടെ പേരുകളാണ്. തഫ്സീലു അശ്രിൻ മിൻഹുമു ജിബ്രീലു മീകാലു ഇസ്റാഫീലു അസ്റാഈലു മുൻകർ നകീറുൻ വറഖീബുൻ വകദാ അതീദു മാലികുൻ വറിദ്വാനുൻ ഖുദാ. ഈ 2 വരിയിൽ 10 മലക്കുകളുടെ പേരുകൾ വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഈ പാട്ട് നിർബന്ധമായും പഠിച്ചു വെക്കുക. ഇനി വരച്ചു യോജിപ്പിക്കാം. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഡ്യൂട്ടി എന്താണ്? വഹയി എത്തിക്കലാണ്. അതിലേക്ക് മാച്ച് ചെയ്യുകയാണ് വേണ്ടത്. രണ്ടാമത്തത്, മുൻകർ അലൈഹിസ്സലാം ഖബറിലെ ചോദ്യം. റിദ്വാൻ അലൈഹിസ്സലാം സ്വർഗം കാക്കൽ. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതൽ. ഇനി അടുത്തത് 3-ാമത്തെ പാഠം, കിതാബുകൾ. ഈമാൻ കാര്യങ്ങളിൽ 3-ാമത്തെ കാര്യമാണ് അള്ളാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കുക എന്നുള്ളത്. മനുഷ്യരായ നാം ഉത്തമരായ സൃഷ്ടികളാണല്ലോ. നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് ആ ലക്ഷ്യം? ഇഹപര വിജയമാണത്. 2 ലോകത്തും വിജയമുണ്ടാവണം. അതാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. അത് കരഗതമാകാൻ ജീവിതത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും പാലിക്കണം. അവ നിർമ്മിച്ചു നൽകാൻ അധികാരമുള്ളത് സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമാണല്ലോ. അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന നിയമനിർദ്ദേശങ്ങൾ അടങ്ങിയ ഗ്രന്ഥങ്ങളാണ് അള്ളാഹുവിന്റെ കിതാബുകൾ. ഇത് വിദ്യാർത്ഥികൾ അടിവരയിട്ട് പഠിക്കുക. അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന നിയമനിർദ്ദേശങ്ങൾ അടങ്ങിയ ഗ്രന്ഥങ്ങളാണ് അള്ളാഹുവിന്റെ കിതാബുകൾ. അവയെല്ലാം അള്ളാഹുവിന്റെ കലാമാണെന്ന് നാം വിശ്വസിക്കണം. അപ്പോൾ അള്ളാഹുവിന്റെ കിതാബുകൾ എന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ആരുടെ കലാമാണ്? ആരുടെ സംസാരമാണ്? അള്ളാഹുവിന്റെ സംസാരമാണ്, അള്ളാഹുവിന്റെ കലാമാണെന്ന് നാം വിശ്വസിക്കണം. അതിൽ വേറെ ആരുടെയും സംസാരങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടില്ല. മുഴുവനും അള്ളാഹുവിന്റെ കലാമാണ് എന്ന് നാം വിശ്വസിക്കണം. പ്രവാചകരിൽ കൂടിയാണ് അവ ലഭിച്ചത്. അതിന്റെ വിശദീകരണം നൽകിയതും അവരാണ്. നമ്മൾ നേരത്തെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഡ്യൂട്ടി പറഞ്ഞില്ലേ, വഹി എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ വഹിയിലൂടെയാണ് അള്ളാഹുവിന്റെ കിതാബുകൾ നബിമാരിലേക്ക് നൽകപ്പെട്ടത്. ആ നബിമാരിലൂടെയാണ് ആ സന്ദേശങ്ങൾ നമുക്ക് ലഭിച്ചത്. 4 കിതാബുകളും 100 ഏടുകളുമാണ് അള്ളാഹു തആല ഇറക്കിയത്. ഏതെല്ലാമാണ്? അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു തആല തൗറാത്ത് നൽകിയിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിന് ഇൻജീൽ നൽകിയിട്ടുണ്ട്. അതുപോലെ ദാവൂദ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു തആല സബൂർ നൽകിയിട്ടുണ്ട്. നമ്മുടെ നബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകപ്പെട്ട ഗ്രന്ഥമാണ് ഖുർആൻ. ഇങ്ങനെ 4 കിതാബുകളും അതുപോലെ 100 ഏടുകളുമാണ് അള്ളാഹു തആല ഇറക്കിയിട്ടുള്ളത്. ആദം നബി അലൈഹിസ്സലാമിന് 10 ഏടുകൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 10 ഏടുകൾ, അതുപോലെ ഷീസ് നബി അലൈഹിസ്സലാമിന് 50 ഏടുകളും ഇദ്രീസ് നബി അലൈഹിസ്സലാമിന് 30 ഏടുകളും. അങ്ങനെ 100 ഏടുകളും 4 കിതാബുകളുമാണ് അള്ളാഹു തആല ഇറക്കിയിട്ടുള്ളത്. ഇനി അവരുടെ പേരുകളും എണ്ണവും അവ ഇറക്കപ്പെട്ട നബിമാരും ആരെല്ലാമാണെന്ന് നാം പഠിച്ചിട്ടുണ്ട്. 4 കിതാബുകളുടെ ഭാഷ നമുക്ക് പഠിക്കാം. അപ്പോൾ ഏതൊക്കെ കിതാബുകളാണ്, അത് ഏതൊക്കെ നബിമാർക്കാണ് എന്നുള്ളത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് ആ 4 കിതാബുകളുടെയും ഭാഷകളാണ് പഠിക്കാനുള്ളത്. വിദ്യാർത്ഥികൾ ഇത് നിർബന്ധമായും പ്രത്യേകം ശ്രദ്ധിച്ചു പഠിക്കണം. തൗറാത്ത്, മൂസാ നബി അലൈഹി സ്വലാമിന് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് തൗറാത്ത്. ആ തൗറാത്തിന്റെ ഭാഷ ഏതാണ്? ഇബ്രാനി അല്ലെങ്കിൽ ഹിബ്രു. രണ്ടാമത്തത് സബൂർ, ദാവൂദ് നബി അലൈഹി സ്വലാമിന് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ്. അതിന്റെ ഭാഷ ഏതാണ്? യൂനാനി അല്ലെങ്കിൽ ഗ്രീക്ക്. ഇനി അടുത്തത് ഇൻജീൽ, ഈസാ നബി അലൈഹി സ്വലാമിന് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ്. അതിന്റെ ഭാഷ സുരിയാനി, സിറിയക്.
ഇനി അവസാനത്തത് ഫുർഖാനുൽ അലീമായ പരിശുദ്ധമായ ഖുർആൻ. അതിന്റെ ഭാഷ ഏതാണ്? അറബിയാണ്. ഉത്തരം പറയാം. അള്ളാഹു അവതരിപ്പിച്ച കിതാബുകൾ എത്രയാണ്? 4 നമ്മുടെ ജീവിത ലക്ഷ്യം എന്താകുന്നു? ഇഹപര വിജയമാകുന്നു. ഇഹപര വിജയത്തിന് അനിവാര്യമാണ് എന്ത്? ചില നിയമങ്ങളും ചിട്ടകളും പാലിക്കൽ അനിവാര്യമാണ്. ഇനി കണ്ടെത്താം. ആദം നബിക്ക് ഇറക്കപ്പെട്ട ഏടുകൾ എത്രയാണ്? 10. സബൂർ ഇറക്കപ്പെട്ട നബി ആരാകുന്നു? ദാവൂദ് നബി അലൈഹിസ്സലാമാണ്. ഷീസ് നബിക്ക് എത്ര ഏടുകളാണ് അല്ലാഹു തആല ഇറക്കിയത്? 50 ഏടുകളാണ്. ഇനി ഇവിടെ ഈ പട്ടിക പൂർത്തിയാക്കാം. ഈ പട്ടിക നിർബന്ധമായും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കണം. നബി, കിതാബ്, ഭാഷ. കണ്ടോ? മൂസാ നബി അലൈഹി സ്വലാമിന് ഇറക്കപ്പെട്ട കിതാബ് ഏതാണ്? തൗറാത്ത് എന്ന് അവിടെ എഴുതി കൊടുക്കണം. തൗറാത്തിന്റെ ഭാഷ ഏതാണ്? ഇബ്രാനിയാണ് അല്ലെങ്കിൽ ഹിബ്രു. അത് അവിടെ എഴുതി വെക്കണം. ഇനി അടുത്തത് സബൂർ എന്നുള്ളത് തന്നിട്ടുണ്ട്. സബൂർ ഏത് നബിക്കാണ് ഇറക്കപ്പെട്ടത്? ദാവൂദ് നബി അലൈഹിസ്സലാം. അപ്പോൾ ദാവൂദ് നബി എന്ന് ഫസ്റ്റത്തെ കോളത്തിൽ എഴുതി കൊടുക്കണം. സബൂറിന്റെ ഭാഷ ഏതാണ്? യൂനാനിയാണ് അല്ലെങ്കിൽ ഗ്രീക്ക് എന്ന് ഇവിടെ എഴുതി കൊടുക്കണം. ഇനി അടുത്തത് സുരിയാനി. ഭാഷ തന്നിട്ടുണ്ട്. സുരിയാനി അത് ഏത് കിതാബിന്റെ ഭാഷയാണ്? ഇഞ്ചീലിന്റെ ഭാഷയാണ്. ഇഞ്ചീൽ ഏത് നബിക്ക് ഇറക്കപ്പെട്ടതാണ്? ഈസാ നബി അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ടതാണ്. ഇനി അടുത്തത് മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബിക്ക് ഇറക്കപ്പെട്ട കിതാബ് ഏതാണ്? ഖുർആനാണ്. ഖുർആനിന്റെ ഭാഷ അറബിയാണ്. ഇനി അവസാനത്തെ പാഠം അൽ ഫുർഖാനുൽ അലീം. ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല ഇറക്കിയ പരിശുദ്ധമായ അവസാനത്തെ ഗ്രന്ഥമാണ്. ഇനി ഖിയാമത്ത് നാൾ വരെ ഉള്ള ആളുകൾക്ക് ഫോളോ ചെയ്യാനുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പരിശുദ്ധ ഖുർആനാകുന്നു. അത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ടതാണ്. 23 വർഷം കൊണ്ടാണ് അതിന്റെ അവതരണം പൂർത്തിയാക്കപ്പെട്ടത്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ആർക്കാണ് ഇറക്കിയത്? ഏത് നബിക്കാണ് ഇറക്കി കൊടുത്തത്? നമ്മുടെ നബി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. എത്ര വർഷം കൊണ്ടാണ് അത് ഇറക്കി കൊടുത്തത്? 23 വർഷം കൊണ്ട്. ഒരൊറ്റയടിക്കങ്ങ് ഇറക്കി കൊടുത്തതല്ല. വ്യത്യസ്ത സാഹചര്യത്തിൽ സന്ദർഭങ്ങളിലൊക്കെ ആയിട്ടാണ് പരിശുദ്ധമായ ഖുർആൻ ഘട്ടം ഘട്ടമായിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ 23 വർഷം എടുത്തു പരിശുദ്ധമായ ഖുർആനിന്റെ പൂർത്തീകരണത്തിന്. ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും മാർഗനിർദ്ദേശമാണത്. എല്ലാവർക്കും വഴികാട്ടിയാണ് പരിശുദ്ധമായ ഖുർആൻ. മറ്റു കിതാബുകളെല്ലാം ചില പ്രത്യേക ജനതക്കും കാലക്കാർക്കും വേണ്ടി മാത്രമാണ് ഇറക്കപ്പെട്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു മൂസാ നബി അലൈഹി സ്വലാമിന് തൗറാത്ത് കൊടുത്തു. അത് ആ ഒരു പ്രത്യേക സമുദായത്തിന് വേണ്ടി മാത്രം അല്ലാഹു തആല ഇറക്കിയതാണ്. അതുപോലെ തൗറാത്തും ഇഞ്ചീലും ഒക്കെ അങ്ങനെ തന്നെയാണ്. എന്നാൽ പരിശുദ്ധമായ ഖുർആൻ ഇനി ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ ജനതക്കും വേണ്ടി ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. അവ ഇറക്കപ്പെട്ട പ്രവാചകന്മാർക്ക് ശേഷം അവരുടെ ജനത അവയിൽ പല മാറ്റത്തിരുത്തലുകളും നടത്തി. ഏതില്? തൗറാത്തിൽ പല മാറ്റത്തിരുത്തലുകളും പിന്നീട് വരുത്തിയിട്ടുണ്ട്. ഇഞ്ചീലിൽ വരുത്തിയിട്ടുണ്ട്. സബൂറിൽ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എങ്ങനെയാണോ അല്ലാഹു തആല ഇറക്കിയത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇനി ഖിയാമത്ത് നാൾ വരെയും നിലനിൽക്കുക. ഒരു മാറ്റത്തിരുത്തലുകളും അതിൽ ഉണ്ടാവുകയില്ല. പരിശുദ്ധ ഖുർആനിൽ ഒരു മാറ്റവും വരുത്താൻ ഒരാൾക്കും കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി തൗറാത്തോ അല്ലെങ്കിൽ ഇൻജീലോ സബൂറോ ഒന്നും നമ്മൾ ഇനി ഫോളോ ചെയ്യാൻ പാടില്ല. കാരണം അതിൽ ഒരുപാട് മാറ്റത്തിരുത്തലുകൾ വന്നിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധമായ ഖുർആൻ ഖിയാമത്ത് നാൾ വരെയും ഒരു മാറ്റത്തിരുത്തലുകളും വരുത്താൻ സാധിക്കാത്ത ഒരു ഗ്രന്ഥമാണ്. പരിശുദ്ധമായ ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നിശ്ചയം പരിശുദ്ധ ഖുർആൻ നാമാണ് ഇറക്കിയത്, അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഒരാൾക്കും പരിശുദ്ധ ഖുർആനിനെ ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല എന്ന് ചുരുക്കം. അതിലൊരു മാറ്റവും വരുത്താൻ സാധിക്കുകയില്ല. ഖുർആൻ അവതരിക്കപ്പെട്ടതോടെ മറ്റുള്ളവയെല്ലാം ദുർബലപ്പെടുത്തുകയും ചെയ്തു. ഏത്? തൗറാത്തും ഇഞ്ചീലും സബൂറൊക്കെ ദുർബലപ്പെടുത്തി. ഇനി അതൊന്നും നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഖുർആൻ മാത്രമാണ് ഫോളോ ചെയ്യേണ്ടത്. ഖുർആനിനെ നാം ബഹുമാനിക്കണം. അതിൻ്റെ മീതെ ഒന്നും വെക്കാവതല്ല. ശുദ്ധി കൂടാതെ അതിനെ തൊടാനോ ചുമക്കാനോ പാടില്ല. വുളു ഉണ്ടെങ്കിലേ ഖുർആൻ തൊടാൻ പാടുള്ളൂ. വുളു ഉണ്ടെങ്കിലേ ഖുർആൻ ചുമക്കാൻ പാടുള്ളൂ. അതിൻ്റെ നേരെ കാൽ നീട്ടാനോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല. നിയമാനുസരണമല്ലാതെ അതിനെ ഓതാനും പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ മദ്രസയിൽ തജ്വീദ് പഠിക്കുന്നത്. ഖുർആൻ ഓതുമ്പോൾ പാലിക്കേണ്ടുന്ന നിയമങ്ങൾ അതിനു വേണ്ടിയാണ് പഠിക്കുന്നത്.
നാം അത് പാരായണം ചെയ്യുകയും അതിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് മാത്രം ജീവിക്കുകയും ചെയ്യണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഉത്തരം എഴുതാം. ഏറ്റവും ശ്രേഷ്ഠമായ കിതാബ് ഏതാണ്? പരിശുദ്ധമായ ഖുർആനാണ്. ഖുർആൻ അവതരണം പൂർത്തിയായത് എത്ര വർഷം കൊണ്ടാണ്? 23 വർഷം കൊണ്ട്. ഖുർആൻ മാർഗനിർദ്ദേശമാണ്. ആർക്ക്? ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാർഗനിർദ്ദേശമാണ്. ഖുർആനിനോട് കാണിക്കേണ്ട 4 അദബുകൾ അവസാനത്തിൽ നമ്മൾ പറഞ്ഞു. ഖുർആനിനെ നാം ബഹുമാനിക്കണം. അതിൻ്റെ മീതെ ഒന്നും വെക്കാവതല്ല. ശുദ്ധി കൂടാതെ അതിനെ തൊടാനോ ചുമക്കാനോ പാടില്ല. അതിൻ്റെ നേരെ കാൽ നീട്ടാനോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല. നിയമാനുസരണമല്ലാതെ അതിനെ ഓതാനും പാടില്ല. അങ്ങനെ കുറേ അദബുകൾ നമ്മൾ പറഞ്ഞു. അതിൽ നിന്ന് ഏതെങ്കിലും 4 എണ്ണം എഴുതുകയാണ് വേണ്ടത്. അവസാനത്തത് പൂരിപ്പിച്ചു സാരം എഴുതാം. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും പരിശുദ്ധമായ ഖുർആനിനെ നാമാണ് ഇറക്കിയത്, അതിനെ നാം തന്നെ സംരക്ഷിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ 4 പാഠങ്ങളാണ് അഖീദയിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിരിക്കേണ്ടത്. വിദ്യാർത്ഥികളോട് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, എല്ലാ പാഠങ്ങളും ആദ്യം മുതൽ അവസാനം വരെ ആവർത്തിച്ച് വായിക്കുകയും എഴുതി പ്രാക്ടീസ് ചെയ്യണം എന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. നിർബന്ധമായും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.